أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 109 വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഇതിനു മുൻപ് മൂസായോട് ചോദ്യം ചെയ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രവാചകനോട് നിങ്ങളും ചോദ്യം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണോ? ആരാണോ വിശ്വാസത്തിനു പകരം സത്യനിഷേധം സ്വീകരിക്കുന്നത്, അവൻ തീർച്ചയായും നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയതു തന്നെ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദുന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അജ്ഞരായ ക്രിസ്ത്യൻ എഴുത്തുകാർ നഊസുബില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അറിവില്ലായ്മ മറച്ചുവെക്കാൻ വേണ്ടി സഹാബത്തിനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു എന്ന് ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വ്യക്തമാക്കുന്നത് സഹാബത്തിനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നല്ല വിലക്കിയത്, മറിച്ച് ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ആളുകൾ ചോദിച്ചിരുന്നത് പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നാണ് വിലക്കിയത് എന്നാണ്. യഥാർത്ഥത്തിൽ ചില ചോദ്യങ്ങൾ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, മറ്റു ചിലതാകട്ടെ അനാവശ്യമായി തർക്കിക്കാൻ വേണ്ടിയും ചില ചോദ്യങ്ങൾ അനാദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, മറ്റു ചിലത് അവഹേളനത്തിനും നിന്ദ്യതയ്ക്കും വേണ്ടിയും. ചുരുക്കത്തിൽ ഓരോ ചോദ്യത്തിനും അതിൻ്റേതായ രൂപമുണ്ട്. ഒരു വിവേകമുള്ള വ്യക്തിയും ഒരിക്കലും അവിവേകപരമായ ചോദ്യം ചോദിക്കാൻ മറ്റൊരാളെ അനുവദിക്കുകയില്ല. ഒരു വിദ്യാർത്ഥി കോളേജിൽ പ്രൊഫസറുടെ മുന്നിൽ നിന്നുകൊണ്ട് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ അദ്ദേഹം തീർച്ചയായും അവനെ ശാസിക്കുകയും താങ്കൾ വെറുതെ സമയം പാഴാക്കുകയാണ് എന്ന് പറയുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ അർത്ഥം തൻ്റെ അറിവില്ലായ്മ കാരണമാണ് പ്രൊഫസർ അവനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത് എന്നല്ല. അതുപോലെ വിശുദ്ധ ഖുർആൻ അനാവശ്യവും വൃഥാവിലുമുള്ള ചോദ്യങ്ങളെയാണ് ഇഷ്ടപ്പെടാത്തത്, അല്ലാതെ കേവലം ചോദ്യങ്ങളെയല്ല. സുഇല മൂസ എന്നതിൽ അതിലേക്കാണ് സൂചന നൽകുന്നത്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാമിനോട് ആളുകൾ ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ ഒരു ഉദാഹരണം ഖുർആനിലെ ഈ ആയത്തിൽ കാണിച്ചിരിക്കുന്നു. യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാഇ ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക ഫഖാലു അരിനല്ലാഹ ജഹറ. അതായത്, ഈ വേദക്കാർ നിന്നോട് ആകാശത്തു നിന്ന് അവർക്ക് ഒരു ഗ്രന്ഥം ഇറക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഈ ചോദ്യം പിന്നെയും ചെറുതാണെന്ന് വെക്കാം. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിനോട് ഇതിലും വലിയ ചോദ്യം ചോദിച്ചിരുന്നു. അവർ പറഞ്ഞു, നീ അള്ളാഹുവിനെ പിടിച്ചുകെട്ടി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം. അതുപോലെ തൗറാത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ബനൂ ഇസ്രായേലിയർ ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിനോട് ഓരോ ചെറിയ കാര്യത്തിനും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എന്നാണ്. എന്നാൽ സ്വഹാബത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമായിരുന്നില്ല. പറയുന്നു, ഒരു അറാബി ഗ്രാമീണൻ വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ല ചോദ്യവും ചോദിക്കാനായി ഞങ്ങൾ കാത്തിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും അത് കേൾക്കാമല്ലോ. അതായത്, അവർക്ക് അത്രയധികം വിനയവും ആത്മനിയന്ത്രണവും ഉണ്ടായിരുന്നു. അവർ സ്വയം ഒരു ചോദ്യം ചോദിക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല. എന്തായാലും അള്ളാഹുവിൻ്റെ തിരുസുന്നത്തിനും ശരീഅത്ത് നിയമത്തിനും എതിരാകുന്നതോ അനാദരവിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കുന്നതും യാതൊരു യഥാർത്ഥ നേട്ടവുമില്ലാത്തതുമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് മാത്രമാണ് മുസ്ലിങ്ങളെ വിലക്കിയിട്ടുള്ളത്. ബാക്കി ഭാഗം പിന്നീട് കേൾപ്പിക്കുന്നതാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.